ഹലോ ഹലോ നമ്മുടെ ബോണിച്ചേന്റെ തല പൊട്ടിയേക്കുക ക്യാമറ പറ്റിയുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. തല നന്നായിട്ട് പൊട്ടിയുണ്ട്. ബോഡി വർഗീസിന്റെ തലയ്ക്ക് പുറകിൽ ഗുരുതരമായിട്ടുള്ള മുറിവ് പറ്റിയിട്ടുള്ളത്. തല പൊട്ടി ചോര ഒലിക്കുന്ന നിലയിലായിരുന്നു ബോണി ഉണ്ടായിരുന്നത്. ബോണിയെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി 3 സ്റ്റിച്ചുണ്ട്. അപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ബോണിയുള്ളത്. അതിനുശേഷവും ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിങ്ങി നിൽക്കുകയായിരുന്നു. അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ഇവർ രാഷ്ട്രീയ പാർട്ടികളുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ നേരത്തെ ഉള്ളിൽ കയറിയ CPM പ്രവർത്തകരും ഈ പറയുന്ന നിബു എന്നു പേരുള്ള മെമ്പർ അടക്കമുള്ള ആളുകൾ, അതായത് സ്കൂളുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകരോ അല്ലാത്ത ആളുകൾ ഇവിടേക്ക് എത്തിച്ചെത്തുകയും അവർ ഇവിടെ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് ഇടപെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് ഒരു പ്രവർത്തകരും തലയ്ക്ക് പരിക്കേറ്റിരുന്നു. അയാളെയും സമീപത്തുള്ള ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയി. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇവിടെ രക്ഷിതാക്കളായിട്ടുള്ള കുട്ടികളെ അടക്കം കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. കാരണം കുട്ടികളെ വിശ്വസിച്ച് ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതാണ്. ഇപ്പോൾ ഈ പ്രശ്നം ഈ പാർട്ടിക്കാരുണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ രക്ഷകർത്താക്കൾ ഇവിടെ ബഹളം ഉണ്ടാക്കണം. ഞങ്ങൾ വിശ്വസിച്ച് എന്തുമാത്രം കുഞ്ഞുങ്ങൾ ക്ലാസ് വന്ന് ഇപ്പോൾ ഇരിപ്പുണ്ട്. കുഞ്ഞിനെ ഞാനിങ്ങ് വിളിച്ചു. നമ്മുടെ സേഫ് അല്ലേ നമ്മൾ നോക്കേണ്ടത്. കുഞ്ഞിനെ വിളിച്ചു പോവാ വീട്ടിൽ. ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഒരുപാട് നാട്ടുകാർ ഈ ഗേറ്റിന് വെളിയിൽ എത്തിയിരുന്നു. അവർ ധാരാളമായി ഇവരുടെ കുട്ടികൾ ഇത്തരം കാഴ്ചകൾ കാണുന്നത് ശരിയല്ല, അവരെ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകണം, ഈ ഒരു രംഗമെല്ലാം ശാന്തമായ ശേഷം അവരെ സ്കൂളിലോട്ട് വിടാമെന്ന നിലപാടിൽ അവർ ഇവിടേക്ക് കൂട്ടമായി എത്തി ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോവുകയാണ്. ഏതായാലും ഇപ്പോൾ ഇവിടെ രംഗം ശാന്തമായിട്ടുണ്ട്. അക്രമകാരികളായിട്ടുള്ള അല്ലെങ്കിൽ അക്രമത്തിന് ഇടയാക്കിയ സന്ദർഭങ്ങളെല്ലാം ഒരു അയവ് വന്നിട്ടുണ്ട്. അല്പം മുൻപ് സ്കൂൾ അധികൃതർ തന്നെ സ്കൂളുമായി ബന്ധമില്ലാത്ത മറ്റെല്ലാവരും മാധ്യമപ്രവർത്തകർ അടക്കമുള്ള എല്ലാവരും പുറത്തു പോകണമെന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.